അടുത്ത പോം എന്ന് പറയുന്ന പേജ് നമ്പർ 71 നൈറ്റ് റെയിൻ എന്നുള്ള പോമാണ്. ജോൺ പെപ്പർ ക്ലർക്ക് എന്നുള്ള നൈജീരിയൻ റൈറ്ററാണ് ഈ ഒരു പോം എഴുതിയത്. ഓക്കെ, അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക വെസ്റ്റ് ആഫ്രിക്കൻ പോയട്രിയിലെ ഒരു ലീഡിങ് ഫിഗറാണ്, അല്ലെങ്കിൽ ലീഡിങ് റൈറ്ററായിരുന്നു ഇദ്ദേഹം. 2020 ഇദ്ദേഹം മരിച്ചത്. പിന്നെ ഇദ്ദേഹം ഡ്രമാറ്റിസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പോയംസിനകത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഫിസിക്കൽ ലാൻഡ്സ്കേപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ പോയംസ് ഫുള്ള്. ഒരു ജേർണലിസ്റ്റും കൂടിയാണ് അദ്ദേഹം. പിന്നെ എന്താണ് കുറച്ച് 2-3 വർക്ക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ മൺഡേ ലാൻഡ് അതർ പോംസ്, അത് മാത്രം വേണമെങ്കിൽ നോക്കി വെച്ചാൽ മതി. ഏറ്റവും എളുപ്പം പഠിക്കാവുന്ന ആ പോയത്തിൻ്റെ ലൈൻ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് പഠിക്കാനുള്ള പോയം എന്ന് പറയുന്നത് നൈറ്റ് റെയിൻ കേട്ടോ. അപ്പോൾ ഈ നൈറ്റ് റെയിൻ എന്നുള്ള പോമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച്, ആഫ്രിക്കൻ വാല്യൂസിനെ കുറിച്ച് ഒക്കെയാണ് ഈ ഒരു നൈറ്റ് റെയിൻ എന്നുള്ള പോം ഡീൽ ചെയ്യുന്നത്. മെനി ഓഫ് ഹിസ് പോംസ് എന്ന് പറയുന്നത്, അതായത് ഏർലി വൺസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ബ്യൂട്ടി കാണും, അതായത് മ്യൂസിക്കൽ ഒരു റിഥം കാണും ഇദ്ദേഹത്തിൻ്റെ ഏർലി പോംസിലെല്ലാം. പിന്നെ ഓക്കെ, ഇനി നമ്മുടെ പോത്തിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ അമേരിക്കൻ വാല്യൂസിനെ കുറിച്ചും അമേരിക്കൻ സൊസൈറ്റിയൊക്കെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്ത് അദ്ദേഹം ഒരു ട്രാവലോഗും കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതിയേ. ദെൻ നമ്മുടെ പോം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫിനോമിനെ കുറിച്ചാണ് നമ്മുടെ പോയറ്റ് എഴുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നൈജീരിയൻ റൈറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ട്രഡീഷൻ്റെ പേരാണ് ഇജോ, IJAW. അപ്പോൾ അദ്ദേഹത്തിനെ ഇജോ സ്പീക്കിംഗ് മാൻ എന്നാണ് ഇദ്ദേഹത്തിനെ പറയുന്നത്. സദേൺ നൈജീരിയയിലാണ് ഇദ്ദേഹം ജനിച്ചത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഇജോ, IJAW. ഐജോ എന്നോ അല്ലെങ്കിൽ ഇജോ എന്നോ നമുക്ക് വായിക്കാം. അപ്പോൾ ഈ നൈറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ദിവസം രാത്രിയിൽ വളരെ ഹെവി ആയിട്ട് മഴ പെയ്യുവാണ്. ആ ഒരു ഹെവി ഡൗൺ പോറിനെ വളരെ സിമ്പിളായിട്ട് വളരെ അധികം ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജിൽ എഴുതിയേക്കുവാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ. നൈറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് പോയമാണ്. 47 ലൈൻസേ ഉള്ളൂ. സ്റ്റാൻസ ബൈ സ്റ്റാൻസ അങ്ങനെ ഡിവിഷനൊന്നുമില്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, നേച്ചറിൻ്റെ കോൺസിക്വൻസിന്, അതായത് നേച്ചറിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ നേച്ചർ എന്ത് ചെയ്യും, നമ്മളെ ട്രീറ്റ് ചെയ്യും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നറേറ്ററിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ഹെവി ഡൗൺ പോർ അറ്റ് നൈറ്റ് എങ്ങനെയാണ് പിന്നെന്താണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നത്. ഇത്രയും വളരെ വളരെ ശക്തമായിട്ടുള്ള മഴയെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും സിബ്ലിങ്സും എങ്ങനെയാണ് ഫേസ് ചെയ്തതെന്ന് ഒന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞേക്കുവാണ് ഈ ഒരു പോയത്തിനകത്തോട്ട്. അപ്പം കോൺസിക്വൻസസ് ഓഫ് നേച്ചറാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അത് മാത്രമല്ല ആ ഒരു പുവർ ആഫ്രിക്കൻ ഹൗസ് ഹോൾഡിൻ്റെ ഒരു പിക്ചറും കൂടിയാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് നേച്ചർ ഓൺ ഹ്യൂമൻ ബീങ്സ്, അതാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു രാത്രിയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ ഈ ഒരു ഫാമിലി എങ്ങനെയാണ് ഈ ഒരു ഓർഡീലിനെ അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു നൈജീരിയൻ ഡെൽറ്റ റീജിയനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ പീസ്ഫുൾ സ്ലീപ്പിനെ, രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്താണ് മഴ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങിയത്, അവരുടെ ഒരു പീസ്ഫുൾ സ്ലീപ്പിനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്തതെന്ന് കാണിക്കുവാണ്. അപ്പോൾ റെയിൻ എന്ന് പറയുന്നത് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. റെയിൻ എന്ന് പറയുന്നത് മഴയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മിസ് ഫോർച്യൂണായിട്ട് എടുക്കാം, പോവേർട്ടിയുടെ റെയിനായിട്ട് എടുക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് റെയിനിനെ നമുക്ക് എടുക്കാം. റെയിൻ എന്നുള്ളത് ഒരു ഇമേജ് ആക്കി വെച്ചിട്ട്, ഒരു സിംപ്ലി ആ മെറ്റഫറായിട്ട് വെച്ചിട്ട് നമുക്ക് റെയിനെ നമുക്ക് പല വേസിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഒരു എക്കോ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് എൻവയോൺമെൻറ്റും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കുറിച്ച് നമുക്കിതിനകത്ത് പറയാം. അപ്പോൾ ഇവിടെ നേച്ചറിനെ വളരെയധികം പവർഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുവാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ, ബീറ്റ് നേച്ചർ അല്ലെങ്കിൽ ബീറ്റ് അവർ ഓൺ പ്രോബ്ലംസ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പാനിക് ആവാതെ ഫേസ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു സൊല്യൂഷൻ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോബ്ലത്തിന് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സോ അത്രയധികം കറേജോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, നറേറ്ററിൻ്റെ മദറും കൂടി ഈ ഒരു മഴയെന്നുള്ള പ്രശ്നത്തിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. പോയത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക്. ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്
ആ ഒരു റെയിൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ഹോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സോ ടോൺ എന്ന് പറഞ്ഞ പോം എന്ന് പറയുന്നത് ഇമോഷണലാണ്, വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ടോണാണ്, അതായത് പോസിറ്റീവ് തിങ്കിങ് ആണ്, ഹോപ്പിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. സോ ഒപ്റ്റിമിസ്റ്റിക് പോമാണ്. പിന്നെന്താണ്, ഒരു പുവർ ഫാമിലി ഇൻ നൈജീരിയ എങ്ങനെയാണോ അതാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത്, ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നൈജീരിയ എന്ന് പറയുന്ന കൺട്രിയാണ്. ആ ഒരു കൺട്രിയിൽ നല്ല രീതിയിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. പക്ഷേ എന്താണ്, പുവർ പീപ്പിളിന് അതൊന്നും കിട്ടാനില്ല. അതായത് പുവർ പീപ്പിളിന് ആ ഒരു റിസോഴ്സസ് ഒന്നും എൻജോയ് ചെയ്യാനുള്ള സിറ്റുവേഷനോ ചോയ്സോ ഇല്ല. അവരെപ്പോഴും പോവേർട്ടി ക്യാപിറ്റൽ എന്നാണ് നൈജീരിയ ഇപ്പോൾ എപ്പോഴും അറിയപ്പെടുന്നത്. സ്പീക്കർ ഓഫ് ദ പോം എന്ന് പറയുന്നത് ഒരു യങ് ബോയ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇമേജസും കമ്പാരിസൺസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാവേ. ആദ്യമേ മിസ് ഒന്നും കൂടി ആ എസ്സേ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസ്സേ അല്ല, നമ്മുടെ ആ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, പേജ് നമ്പർ 76 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൈറ്റ് ട്രെയിൻ എന്നുള്ളതിന്റെ നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 47 ലൈൻസ് ആണ്. സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഡിവൈഡ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താണ്, ലോങ് ലൈൻസും ഉണ്ട്, ഷോർട്ട് ലൈൻസും ഉണ്ട്. ലോങ് ലൈൻസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു റെയിനിന്റെ ഹെവിനെസ്സിനെ കുറിച്ച് കാണിക്കുവാണ്. പിന്നെ അലിട്രേഷൻ പോലുള്ള ഫിഗറേറ്റീവ് സ്പീച്ചസ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അലിട്രേഷൻ എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ ഓഫ് സർട്ടൻ സൗണ്ട്സ് വരുന്നുണ്ട്. ഓണമറ്റോപ്പിയ യൂസ് ചെയ്തിട്ടുണ്ട്. ഓണമറ്റോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേർഡ്സ് സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓണമറ്റോപ്പിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സ്നേക്ക് ഹിസ്സിങ് എന്നുള്ള വാക്കിന്റെ ആ ഒരു ഹിസ്സിങ്ങിനകത്ത് തന്നെ ഉണ്ട് ആ സ്നേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഓണമെറ്റോപ്പിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള ഫിഗർ ഓഫ് സ്പീച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോവർട്ടിയുടെ എങ്ങനെയാണ് ഇവിടെ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു യങ് ബോയ് അവന്റെ ഫാമിലിയും എങ്ങനെയാണ് നൈറ്റ് ട്രെയിൻ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വില്ലേജ് ലൈഫിനെ കുറിച്ച്, അതിന്റെ അവരുടെ പോവർട്ടിയെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ബോയ് എന്ന് പറയുന്നത് ഒരു ലീക്കിംഗ് റൂഫിന്റെ താഴെയാണ് അവരുടെ ഫാമിലി താമസിക്കുന്നത്. ഒരു സ്റ്റോമോ അല്ലെങ്കിൽ റെയിനോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി അവരുടെ ബാഗ്സും ബിൻസുമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി അഭയം തേടേണ്ടി വരുന്ന കാഴ്ചയാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ എന്താണ്, ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റും അവർ പാത്രം വെച്ച് കളക്ട് ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ വീട്ടിനകത്ത് ഫുള്ള് ഫ്ലഡ് ആവും. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്താണ്, വളരെയധികം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. സോ അവർ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അവർക്ക് ഇൻഡിവിജ്വൽ സ്പേസസ് ഒന്നും ഇല്ല. അവരുടെ സിബ്ലിങ്സ്, അതായത് നമ്മുടെ പോയിറ്റിന്റെ അല്ലെങ്കിൽ നെറേറ്ററിന്റെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് ഒരു മാറ്റിലാണ്, എല്ലാവരും ഒരൊറ്റ മാറ്റിലാണ്, പായിലാണ് കിടന്നുറങ്ങുന്നത്. സോ പക്ഷെ എന്ന് പറഞ്ഞാലും പോവേർട്ടി ഒരാളുടെയും സ്പിരിറ്റ്സ് കൊണ്ട് എന്താണ് ഡൗൺ ആക്കുന്നില്ല. അതായത് ഇവരെല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നതും ജീവിക്കുന്നതും. കാരണം എന്തുകൊണ്ടാണ്, അവർ ഈ ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസും പ്രോബ്ലംസും എല്ലാം ഒരുപാട് കാലമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് നോട്ട് സംതിങ് ന്യൂ ടു ദം. ദെൻ ഫാമിലിയെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്, യങ് ബോയുടെ ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഹൗസിലാണ് അവർ താമസിക്കുന്നത്. റെയിൻ എന്ന് പറയുന്ന ഒരു ഫ്രീക്വന്റ് വിസിറ്റർ ആണ്. കാരണം എപ്പോഴും മഴ പെയ്യും, അപ്പോൾ എപ്പോഴും പ്രശ്നമാവും. പിന്നെ ബോയ്, അമ്മ, സിബ്ലിങ്സ്, ഇത്രയും മെമ്പേഴ്സാണ് ഉള്ളത്. പുവർ ഫാമിലി എന്നുള്ളതായതുകൊണ്ട് ഈ ബോയ് ആണ് ഏറ്റവും എൽഡർ. സോ അയാളാണ് ഗാർഡിയനായിട്ട് ആക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഹീ ഈസ് ആക്ച്വലി കൺസോളിങ് ഹിസ് സിബ്ലിങ്സ്. മഴ പെയ്യുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവനാണ് ഇവന്റെ സിബ്ലിങ്സിനെ കൺസോൾ ചെയ്യുന്നത്, ആശ്വസിപ്പിക്കുന്നത്. ആൻഡ് അമ്മയെന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് വുമൺ ആണ്. പിന്നെ ഫാദർ ഫിഗറിനെ ഒരു ആബ്സെൻസ് ആയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അച്ഛന് ഇല്ല എന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത്. വേരിയസ് ലിറ്റററി ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, മിസ് നേരത്തെ പറഞ്ഞ പോലെ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ, റെപ്പറ്റീഷൻ ഓഫ് ദി സ്പീച്ച് സൗണ്ട്സ്. ഇപ്പോൾ ഡോപ്ഡ് ഔട്ട് ഓഫ് ദ ഡീപ്പ്, പേജ് നമ്പർ 77 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ഡ എന്നുള്ള സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ബോബ്ഡ് അപ്പ് ബെല്ലി വൈസ്, അതിനകത്ത് ബ എന്നുള്ളതും ബോബ്ഡും ബെല്ലിയും, അത് രണ്ടും. ഡ്രോപ്സ് ആർ ഡ്രിബ്ലിംഗ്, ഡ്രോപ്പിനകത്ത് ഡ്ര സൗണ്ടും ഡ്രിബ്ലിങ്ങിനകത്തുള്ള ഡ്ര സൗണ്ട്, അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് താഴെ വീഴുമ്പോൾ ഉള്ള സൗണ്ടാണ് ഇതെല്ലാം. പിന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ വാട്ടർ റെയിൻ ഡ്രോപ്സിനെ കമ്പയർ ചെയ്തേക്കുന്നത് ഓറഞ്ചസുമായിട്ട് അല്ലെങ്കിൽ ബിഗ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ്. അതായത് പിന്നെന്താണ്, ആൻഡ് ഓൾസോ ഉറുമ്പുകളുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ. പിന്നെ ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. വിളിക്കാതെ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയെ പോലെയും പറയുന്നുണ്ട്, പക്ഷേ ഒരു ഫെമിലിയർ ഫേസ് ഉള്ള ഗസ്റ്റ്. പിന്നെ ഈ ഒരു സ്പീക്കറും ഫാമിലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റെയിൻ സ്റ്റോമിനോട് വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ഫിഷ് ആയിട്ടൊക്കെ റെയിൻ ഡ്രോപ്സിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ആദ്യം സ്പീക്കർ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മഴ, എന്താ ഇങ്ങനൊരു സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി എന്താണോ ഇത് മഴയാണ്, ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്.
ദെൻ അപ്പോൾ നേച്ചറിനെ എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചറാണ് ഇവിടുത്തെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നറേറ്റീവ് പോം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് നേച്ചർ ഓൺ ഹ്യൂമൻസ് ആണ്. ഒരു പുവർ ഫാമിലി എങ്ങനെയാണ് നാച്ചുറൽ കലാമിറ്റിയെ ഫേസ് ചെയ്യുന്നത് ധൈര്യത്തോടുകൂടി, അതാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്തി പറഞ്ഞാൽ മതി. സോ പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് വേണമെങ്കിൽ പറയാം യങ് ബോയ് ആണ് നറേറ്റർ, ഹെവി ഡൗൺ പോർ അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ വരുന്നു, അപ്പം ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ എണീറ്റിരിക്കുവാണ് രാത്രിയിൽ. പിന്നെ അമ്മ അപ്പം എന്താണ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മ ബക്കറ്റും ബിന്നും വെച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കളക്ട് ചെയ്യുവാണ് ലീക്കിംഗ് റൂഫിൽ നിന്ന്. റൂഫെല്ലാം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ സിബ്ലിങ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഉണരുവാണ്. ദെൻ അവരുടെ അടുത്ത് പറയുവാണ് ഉറങ്ങിക്കോളാൻ, അതായത് റെയിൻ അല്ലേ നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യമല്ലേ, ഈ വെള്ളമെല്ലാം സീയിലോട്ട് തന്നെ റീച്ച് ചെയ്ത് പോകും, അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കോളാൻ ആര് പറയുവാണ്, നമ്മുടെ പോയറ്റ് പറയുവാണ്, അല്ലെങ്കിൽ നമ്മുടെ നറേറ്റർ പറയുവാണ്. പിന്നെ സിബ്ലിങ്സിന് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, ഇയാളൊരു എൽഡർ ബ്രദർ എന്നുള്ള രീതിയിലാണ് റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നു, അതായത് എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഹീസ് ഓൾസോ ഒപ്റ്റിമിസ്റ്റിക് ആണ്, വളരെ പോസിറ്റീവ് മൈൻഡഡ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആക്ഷൻ കാണുമ്പോൾ അറിയാം ഇതൊരു ന്യൂ ആയിട്ടുള്ള കാര്യമല്ല, അമ്മ പെട്ടെന്ന് തന്നെ ബിൻസും ബാഗ്സും വെച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കളക്ട് ചെയ്യുവാണ്. സെക്കൻഡ് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു നേച്ചറിൻ്റെ പവറിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൽ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു നേച്ചർ കല്ലുതുള്ളി കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു നാച്ചുറൽ ഇവൻ്റ് ആണ്, അത് ഒരു സമയം എൻഡ് ചെയ്യും. അപ്പം എന്താണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, മഴ അപ്പോഴത്തേക്ക് തോർന്നു പോകും എന്നാണ് പറയുന്നത്. പിന്നെ സ്പീക്കറിന് ഒരിക്കലും നേച്ചറിനെ പേടിയില്ല ആൻഡ് അതാണ് പറയുന്നത്. പിന്നെ ഔൾസിനെ കുറിച്ചും ബാറ്റ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് സ്പീക്കർ. പിന്നെ എന്താണ് പറയുന്നത്, റെയിനിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് സൗണ്ട് ഓഫ് ദ റെയിൻ എന്ന് പറയുന്നത് കമ്പയർ ടു എ ഫിഷുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഓറഞ്ചസും മാംഗോസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു ആൻറ്റുമായിട്ട് ഉറുമ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ. പിന്നെ പോയം എൻഡ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, ബോയ് എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസിന് വേണ്ടിയും സംസാരിക്കുവാണ്. അതായത് റെയിൻ വന്ന് ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ ബാക്കി എല്ലാ ലിവിങ് ഓർഗാനിസംസിനും പ്രശ്നങ്ങളായി കാണും എന്നിങ്ങനെ പറയുവാണ്. കോൺസിക്വൻസസ് ഓഫ് നേച്ചർ ഓൺ മാൻ, ഇതാണ് പറയുന്നത്. അതായത് എല്ലാ ഹ്യൂമൻ ബീങ്സും എല്ലാ ലിവിങ് ബീങ്സും നേച്ചറിലെ കണക്റ്റഡ് ആണ്.